ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പെർഫെക്റ്റ് പേഴ്സൺ, ഇറ്റ്സ് ഓൺലി അബൌട്ട് ദ സ്യൂട്ടബിൾ പേഴ്സൺ. മദീനയിൽ റസൂലുള്ളാഹിൻ്റെ മകൾ ഫാത്തിമ ബീവിക്ക് കല്യാണാലോചനകളൊക്കെ വന്നു തുടങ്ങി. എല്ലാ പ്രമുഖരും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച ഒരു സ്ത്രീയായിരുന്നു ഫാത്തിമ ബീവി. കാരണം റസൂലുള്ളാഹിൻ്റെ മകളാണ്, സ്വർഗം ഉറപ്പിച്ച സ്ത്രീയാണ്. ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടി ആ ദേശത്തെങ്ങും വേറെയില്ല. ഉസ്മാൻ റളിയല്ലാഹുവിനെ പോലെയുള്ള പണക്കാരും പ്രതാപികളും പ്രൗഢിയുള്ളവരൊക്കെ വന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോടും സമ്മതം മൂളിയില്ല. ആ സമയത്താണ് അലി റളിയല്ലാഹുവിന് ചെറിയൊരു ഇഷ്ടമൊക്കെ ഫാത്തിമ ബീവിയോട് തോന്നുന്നത്. ഇത്രയും യോഗ്യരായിട്ടുള്ള ആളുകളോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതം മൂളിയിട്ടില്ല. പിന്നെയാണ് ഈ അലി. പക്ഷേ റസൂലുള്ളാഹിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: അലി, ഫാത്തിമ നിനക്കുള്ളതാണ്. അത്രയും സമ്പന്നരായ, അത്രയും കുടുംബമഹിമയുള്ള ആളുകളിൽ നിന്ന് റസൂലുള്ള തൻ്റെ മകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് സ്വന്തമായൊരു വീട് പോലും ഇല്ലാതിരുന്ന ദരിദ്രനായ അലിയായിരുന്നു. റസൂലുള്ള ഫാത്തിമ ബീവിയോട് പറയുന്നുണ്ട്: ഫാത്തിമ, നിനക്ക് ഈ ലോകത്തിൽ വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും അനുയോജ്യനായ ഭർത്താവ് അലിയാണ്. അലി മരണം വരെ നിന്നെ പൊന്നുപോലെ നോക്കും. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, ഇന്നും പ്രണയത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന രണ്ട് മുഖങ്ങൾ ഫാത്തിമ ബീവിയുടെയും അലി റളിയല്ലാഹുവിൻ്റെയാണ്. റസൂലുള്ള അവിടെ ഏറ്റവും മികച്ചതിന് പകരം പ്രയോറിറ്റി കൊടുത്തത് ഏറ്റവും യോജിച്ചതിനായിരുന്നു. എത്ര വിലപിടിപ്പുള്ള വസ്ത്രമാണെന്ന് പറഞ്ഞാലും നമുക്ക് പാകമല്ലെങ്കിൽ പിന്നെ അത് ധരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. പരസ്പരം സഹിച്ചും ക്ഷമിച്ചും ഒന്നിച്ചൊരു തോണി തുഴയാനുള്ള മനസ്സുണ്ടെങ്കിൽ അവിടെ സ്നേഹം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ഇന്നു മുതൽ നമ്മൾ ആഗ്രഹിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഏറ്റവും മികച്ചതിന് വേണ്ടി ചോദിക്കുന്നതിന് പകരം ഏറ്റവും യോജിച്ചത് നൽകണേ എന്ന് മാറ്റി ചോദിക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും.